ശ്രീ വി വി രാജേഷ് ജി, നമസ്കാരം. ആരോടാണ് സർ? ആര് പറയുന്നതാണ്? ആരായിരിക്കും? രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓ, നരേന്ദ്രമോദി വിളിച്ചു എന്നല്ല, നരേന്ദ്രമോദിയുടെ കത്ത് വന്നു രാജേഷിന് കത്ത് വന്നു. ആ കത്ത് രസകരമായ കത്താണ്. ഓരോ മലയാളിയും അറിയേണ്ട കത്താണ്. ആ കത്തിൽ തിരുവനന്തപുരത്തെ വിജയത്തെക്കുറിച്ച് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് 2-3 കാര്യങ്ങളാണ്. ഒരു 3-4 പേരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ആരൊക്കെയാണ്? ഒരാളുടെ പേര് ശ്രീ പത്മനാഭൻ, അറിയാമല്ലോ. രണ്ടാമത്തെ പേര് ശ്രീനാരായണ ഗുരുദേവൻ, മൂന്നാമത്തെ പേര് മന്നത്ത് പത്മനാഭൻ, നാലാമത്തെ പേര് അയ്യങ്കാളി. ഈ 4 പേരുടെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സാമാന്യം ദീർഘമായ ഒരു കത്ത് തിരുവനന്തപുരം മേയറായിരിക്കുന്ന രാജേഷിന് അയച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ന് 1-ാം തീയതിയാണ് അല്ലേ. അതുകൊണ്ട് 20-ാം തീയതിക്കും 25-ാം തീയതി ഇടയ്ക്ക് സാക്ഷാൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ, കേരളത്തിലെ BJPയുടെ അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം BJPക്ക് കിട്ടിയാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി വരും. പ്രധാനമന്ത്രി വന്നിട്ട് തിരുവനന്തപുരത്തിൻ്റെ സമഗ്ര വികസനത്തിനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കും. ഈ പദ്ധതി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന ആലോചനകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മോദിയുടെ കത്തിനെക്കുറിച്ച് പറയാം. തിരുവനന്തപുരത്ത് ഒരു TTC, തിരുവനന്തപുരം ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചിലപ്പോൾ ഉണ്ടായി വരും. കാരണം ഗണേശൻ ഇതിനെ കുറേ മല്ലടിച്ചപ്പോൾ രാജേഷ് പത്രസമ്മേളനത്തിന് നടത്തിയിട്ട് പറഞ്ഞു, ഗണേശ, ഞാൻ ഗുസ്തി പിടിക്കാനൊന്നും അല്ല വന്നിരിക്കുന്നത്. ഞാൻ തിരുവനന്തപുരം നഗരസഭയും സംസ്ഥാന സർക്കാരും താങ്കളുടെ ഈ KSRTC എന്ന് പറയുന്ന ശമ്പളം കൊടുക്കാൻ വകയില്ലാത്ത തെണ്ടി നടക്കുന്ന കോർപ്പറേഷൻ ഉണ്ടല്ലോ, അതും തമ്മിലൊരു കരാറുണ്ട്. ആ കരാർ നടപ്പാക്കണമെന്ന് നിങ്ങളുടെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കത്തുണ്ട്, ആര്യ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 115 ബസ്സുകൾ ഞങ്ങൾ വാങ്ങിച്ചു തന്നിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ഓടിക്കാനാണ്. അത് പുറത്തോട്ട് ഓടിക്കുന്നുണ്ട്. ആ പരിപാടി ശരിയാവത്തില്ല. ലാഭവിഹിതം ഞങ്ങൾക്കും തരാമെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ട് കോർപ്പറേഷൻ തരുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ കുണുവാവ മേയർ കത്തയച്ചിട്ടുണ്ട്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാജേഷ് അത്രയൊന്നും പറഞ്ഞില്ല. രാജേഷ് മാന്യനായതുകൊണ്ട് നമുക്ക് ഇത്തിരി മാന്യത കുറവാണല്ലോ, നമ്മൾ വർഗീയവാദികളാണല്ലോ, അതുകൊണ്ട് നമുക്ക് പറയാം. രാജേഷ് ഇപ്പോൾ മേയർ ആയതുകൊണ്ട് വർഗീയവാദത്തിൽ കുറച്ചിരിക്കട്ടെ, അത് നമ്മൾ ഏറ്റെടുത്തു എന്ന് പറയാതെ രാജേഷ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാജേഷ് പറഞ്ഞു, നിങ്ങളുടെ മേയർ, അതായത് മറ്റേ കുണുവാവ എടുത്ത ഒരു നിലപാടും കത്തുമൊക്കെ ഉണ്ടല്ലോ, അതും നടപ്പാക്കിയാൽ മതി. അത് നടപ്പാക്കില്ല. ഇനിയിപ്പോൾ സംഭവിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പദ്ധതികളൊക്കെ നടപ്പാക്കാതിരിക്കാനുള്ള എല്ലാ പണിയും ഈ മാക്രി സർക്കാർ ചെയ്യും. അത് സുരേഷ് ഗോപി പറഞ്ഞ പോലെ മാക്രി സർക്കാർ ചെയ്യും. അപ്പോൾ എന്താ മാർഗം? അപ്പോൾ ഉള്ളത് ബദൽ മാർഗം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ സ്വന്തം നിലയ്ക്ക് ചെയ്യേണ്ടി വരും. കോർപ്പറേഷൻ്റെ സ്ഥലത്താണെന്നേ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് പിണറായി വിജയൻ ഇരിക്കുന്ന സെക്രട്ടേറിയറ്റ്, പിണറായി വിജയൻ്റെ വീടായിരിക്കുന്ന ക്ലിഫ് ഹൗസ് കോർപ്പറേഷന് കെട്ടിട നികുതി കൊടുക്കുന്നുണ്ട്. സ്ഥലം സംസ്ഥാന സർക്കാരിൻ്റെ ഭരണസിരാ കേന്ദ്രമാണെങ്കിൽ കോർപ്പറേഷൻ്റെയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം. കോർപ്പറേഷനെ ഉപദ്രവിക്കാൻ സംസ്ഥാന സർക്കാരിന് പറ്റും, കോർപ്പറേഷന് തിരിച്ചും അത്യാവശ്യം ഉപദ്രവിക്കാൻ പറ്റും, ഒന്ന് മാന്താനെങ്കിലും പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തുകൊണ്ട് മുംബൈയിൽ നാഷണൽ ഇലക്ട്രിക് മൊബിലിറ്റി മിഷൻ പ്ലാൻ 2020 ഭാഗമായിട്ടാണ്, സ്മാർട്ട് സിറ്റികൾക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 115 ബസ്സുകൾ കൊടുത്തത്. 500 കോടി കേന്ദ്രം, 500 കോടി സംസ്ഥാന സർക്കാർ, 110 കോടി കോർപ്പറേഷൻ എന്ന് ഷെയർ ഇട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ പങ്കുണ്ട്, കോർപ്പറേഷൻ്റെ കൂടെ മുതലാണ്. അത് ഓടിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടിയ ബസ്സുകൾ നമ്മൾ ആലോചിക്കണം. കേരളത്തിൽ ജനറം പദ്ധതി എന്നും പറഞ്ഞിട്ട് നഗരപ്രദേശങ്ങളിൽ ഓടിക്കാൻ കുറേ ലോ ഫ്ലോർ ബസ്സുകൾ വന്നിട്ടുണ്ട്, ഓറഞ്ചും പച്ചയും. എവിടെ? എല്ലാം ഓടിച്ച് നശിപ്പിച്ച് പണ്ടറടക്കി. എറണാകുളത്ത് പോയാൽ തേവരയിലും എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഗ്യാരേജുകളിൽ കാട് പിടിച്ച് കുറുക്കനും പാമ്പും പെരുമ്പാമ്പും താമസിക്കുന്നുണ്ട് അതിനകത്ത്. കാരണം ചുമ്മാ കിട്ടിയ സാധനമാണല്ലോ, ചുമ്മാ കിട്ടിയത് ഓടിച്ചാൽ പുതിയ ബസ് മേടിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, ആ ബസ്സുകൾ ലോ ഫ്ലോറിൽ ഇപ്പം ഈ ചിൽ സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരം എറണാകുളമൊക്കെ ബസ് ഓടുന്നുണ്ട്. അതിന് മനുഷ്യന് ഇരിക്കാൻ പറ്റില്ല. കാരണം ഈ 90 ഡിഗ്രിയില്ല സീറ്റ് ഇരിക്കുന്നത്. 200-300 കിലോമീറ്റർ 5-6 മണിക്കൂർ എങ്ങനെ മനുഷ്യനിരിക്കും? കാരണം അത് അതിനുവേണ്ടിയുള്ള വണ്ടിയല്ല. ഹ്രസ്വ ദൂരം ഓടാൻ, സിറ്റിക്കകത്ത് ഓടാൻ കൊടുത്ത വണ്ടികളെടുത്തിട്ട്, സൗജന്യമായി കിട്ടിയ വണ്ടികളെടുത്ത് ഇവർ KSRTCക്ക് കൊള്ളയടിക്കാൻ വേണ്ടി KURTC എന്നൊരു കമ്പനി ഉണ്ടാക്കി. അത് മുടിച്ചു ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണത്തിന് ഇടയ്ക്ക്. എന്നിട്ടാണ് ഈ ഇലക്ട്രിക് ബസ്സുകളുടെ പേരിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മിക്കവാറും ബെസ്റ്റ് പോലെ, DTC പോലെ, ബോംബെയിൽ ഉള്ളതുപോലെ, ഡൽഹിയിലുള്ളതുപോലെ, എന്തിനും ബാംഗ്ലൂരുള്ളതുപോലെ, കോൺഗ്രസ് ഭരിക്കുന്ന ബാംഗ്ലൂർ ഉള്ളതുപോലെ നഗരത്തിലെ ബസ് സർവീസുകൾ കോർപ്പറേഷൻ നടത്തുന്ന ഒരു സംവിധാനം ഒരുപക്ഷെ BJPയുടെ കോർപ്പറേഷൻ പ്രഖ്യാപിക്കാൻ സാധ്യത. ട്രാവൻകൂർ ട്രാൻസ്പോർട്ട് കമ്പനി പൊളിക്കുമോ? ചിലപ്പോൾ
വന്നതിരിക്കും. വേണ്ടി വന്നാൽ അതുപോലെ നഗരത്തിനകത്ത് ഒരു മെട്രോ സർവീസ് വരെ ഉണ്ടാക്കാം. ഇപ്പോൾ ഈ കൊച്ചിയിലെ മെട്രോ ഉണ്ടല്ലോ, കേരള സർക്കാരിൻ്റെ ഒന്നുമില്ല, കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ ചേർന്ന് ഫണ്ട് മുടക്കിയിട്ടാണ് മെട്രോ ഓടിക്കുന്നത്. അതുപോലെ നഗരവികസന വകുപ്പ് കേന്ദ്ര സർക്കാരിനുണ്ട്. കേന്ദ്രത്തിൻ്റെ ഫണ്ടും കോർപ്പറേഷൻ്റെ ഫണ്ടും കൂടെ ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് ഒരു മെട്രോ സർവീസ് തുടങ്ങിയ പുളിക്കുമോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തിരുവനന്തപുരത്ത് വരാൻ പോവുക. തിരുവനന്തപുരം മാറാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് മോദി അടുത്ത 2 ആഴ്ചക്കുള്ളിൽ തിരുവനന്തപുരത്ത് വരാൻ പോകുന്നത്. ആ മോദി വരുന്നതിന് മുമ്പുള്ള ഒരറിയിപ്പ്, ഒരു കുഴൽവിളിയാണ്, പാഞ്ചജന്യം മുഴക്കലാണ് ഈ കത്ത് എന്ന് എനിക്ക് തോന്നുന്നു. ആ കത്ത് ഞാൻ വായിക്കാം. ശ്രീ VV രാജേഷ് ജി, നമസ്കാരം. താങ്കൾ സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഉത്സവകാലത്തിൻ്റെ മധ്യത്തിലും നമ്മൾ 2026 കടക്കുമ്പോഴും തിരുവനന്തപുരം എന്ന മഹാനഗരത്തിൽ താങ്കൾ മേയറായും ശ്രീമതി GS ആശാനാഥ് ഡെപ്യൂട്ടി മേയറായും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ചരിത്രം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതിന് താങ്കൾക്കും ആശാജിക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ചരിത്രപരമായ പ്രകടനത്തിന് നമ്മുടെ പാർട്ടിയുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കൗൺസിലർമാരെയും കാര്യകർത്താക്കളെയും, വളരെ പ്രധാനപ്പെട്ടാണ്, കൗൺസിലർമാർ മാത്രമല്ലല്ലോ പണിയെടുത്ത ഒരുപാട് കാര്യകർത്താക്കളുണ്ട്, അവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഓരോ മലയാളിയുടെയും മനസ്സിൽ അഭിമാനപൂർവമായ സ്ഥാനമുള്ള തിരുവനന്തപുരം സന്ദർശിച്ചതിൻ്റെ മഹത്തായ ഓർമ്മകൾ എനിക്കുണ്ട്. ശ്രീ പത്മനാഭസ്വാമിയാൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് ഈ നഗരം. ഇത് കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. ചിന്തകരെയും സാമൂഹിക പരിഷ്കർത്താക്കളെയും കലാകാരന്മാരെയും സംഗീതജ്ഞരെയും കവികളെയും സാംസ്കാരിക നായകരെയും സന്യാസിമാരെയും ഈ നഗരം വളർത്തിയെടുത്തിട്ടുണ്ട്. അതിനാൽ ഇത്തരമൊരു നഗരം നമ്മുടെ പാർട്ടിയെ അനുഗ്രഹിക്കുമ്പോൾ അത് വളരെ വിനയപൂർവ്വം ഞാൻ സ്വീകരിക്കുന്നു. നോക്കൂ, തിരുവനന്തപുരത്തെ വിജയം താൻ നേരിട്ട് സ്വീകരിക്കുന്നു എന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത്. അതായത് തിരുവനന്തപുരത്തെ വിജയം രാജേഷിൻ്റെ വിജയമല്ല, പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികളുടെ വിജയമല്ല, രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിജയം അല്ല എന്ന് പറഞ്ഞാൽ അവരാരും പങ്കെടുത്തുന്നല്ല പറയുന്നത്. ഇത് എൻ്റെ വിജയമായി ആണ് എന്ന് മോദി കാണുന്നു. തൻ്റെ വിജയമാണെന്ന് കാണുമ്പോൾ താനാണ് അവിടെ ജയിച്ചതെന്ന് ഒരാൾ പറയുകയാണ്, ഞാനാണ് അവിടെ ജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടിയാണ് അല്ലേ. മോദി പറയുകയാണ് തിരുവനന്തപുരത്ത് ജയിച്ചിരിക്കുന്നത് അവിടുത്തെ 50 കൗൺസിലർമാരല്ല, 50 കൗൺസിലർമാർ ജയിക്കുക വഴി ഞാൻ ജയിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരം ജനങ്ങൾക്ക് മോദി കൊടുക്കുന്ന ഉറപ്പാണ്. തിരുവനന്തപുരംകാരെ, നിങ്ങളുടെ കൗൺസിലർ ശാസ്തമംഗലത്തെയോ അല്ലെങ്കിൽ വട്ടിയൂർക്കാവിലെ എവിടുത്തെ കൗൺസിലർ ആവട്ടെ, ആ കൗൺസിലർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൗൺസിലറായി നിങ്ങൾ കാണുമ്പോൾ അയാളുടെ പ്രതിരൂപമായി ഞാനുണ്ടെന്നുള്ള ഉറപ്പാണ്. എത്ര വലിയ ഉറപ്പാണ് അത്. ഞാൻ ഈ വിജയം സ്വീകരിച്ചിരിക്കുന്നുവെന്ന് മോദി പറയുന്നതിലൂടെ അത് വലിയ ഗ്യാരണ്ടിയാണ്. വികസിത തിരുവനന്തപുരം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ കാഴ്ചപ്പാട് നഗരത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലും പ്രതിധ്വനിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിലെ നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും വിവിധ സംസ്ഥാനങ്ങളിലെ നഗരവികസനത്തിനായുള്ള നമ്മുടെ ശ്രമങ്ങളും ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ നമ്മളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചത്. ഈ നഗരത്തിലെ ജനങ്ങളുടെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. നോക്കൂ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെ ജനങ്ങളോട് തിരുവനന്തപുരത്ത് BJPക്കുണ്ടായ വിജയത്തിന് നേരിട്ട് നന്ദി പറയുകയാണ് ഈ കത്തിലൂടെ. അതൊരു വലിയ അഭിമാനകരമായ നിമിഷമാണ്. തിരുവനന്തപുരത്തെ വോട്ടർമാരോട് പ്രധാനമന്ത്രി നേരിട്ടൊരു കത്തെഴുതി നന്ദി പറയുന്നു എന്നുള്ളതുകൊണ്ട് അത് എത്ര വലിയ ഒരു പ്രാധാന്യം തിരുവനന്തപുരത്തെ വിജയത്തിന് BJP അല്ലെങ്കിൽ BJP എന്നല്ല പ്രധാനമന്ത്രി എത്ര വലിയ പരിഗണന കൊടുക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഉറപ്പായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെയും പ്രധാനമന്ത്രിയുടെയും പ്രത്യേക പരിഗണന തിരുവനന്തപുരത്തിനുണ്ടാകും എന്നതിൻ്റെ ഉറപ്പ് കൂടിയാണ് ഈ കത്ത്. തിരുവനന്തപുരത്തെ ജനങ്ങളുടെ അനുഗ്രഹത്താൽ സംഭവിച്ചിരിക്കുന്ന ഈ നേട്ടം ചരിത്രപരമായ ഒന്നാണെന്ന് പറയുന്നതിൽ കേരളത്തിലെയും ഇന്ത്യയിലുടനീളമുള്ള എണ്ണമറ്റ BJP കാര്യകർത്താക്കൾക്ക് വലിയ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് എനിക്കുറപ്പുണ്ട്. സുവർണ അക്ഷരങ്ങളിൽ എഴുതപ്പെട്ട ഒരു നാഴികക്കല്ലാണിത്. ഇതൊക്കെ ഓരോ ഗ്യാരണ്ടിയാണ്. പ്രധാനമന്ത്രി പറയുന്നത് ഇത് എൻ്റെ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ BJP കാര്യകർത്താക്കൾക്കും അഭിമാനകരമാണ് തിരുവനന്തപുരത്തെ വിജയം. കാരണം അവരെല്ലാം ഓർക്കുന്നുണ്ടായിരിക്കും, ഗുജറാത്ത് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ കുത്തക സംസ്ഥാനത്ത് അഹമ്മദാബാദ് നഗരസഭയിൽ നേടിയ ആദ്യത്തെ വിജയം. അതിനുശേഷം പിന്നീട് BJPക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് തിരുവനന്തപുരം എന്ന് BJP നേതൃത്വം മാത്രമല്ല പ്രധാനമന്ത്രിയും കരുതുന്നു. പതിറ്റാണ്ടുകളായി കേരളത്തിലെ BJP പ്രവർത്തകർ പ്രയാസമേറിയ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. LDFും UDFും മാറി മാറി ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം മോശം ഭരണത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കൂടാതെ ഈ മുന്നണികൾ കേരളത്തിൻ്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ അഴിമതിയുടെയും ക്രൂരമായ അക്രമത്തിൻ്റെയും സംസ്കാരം ശാശ്വതമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും പ്രതികൂല സാഹചര്യങ്ങളിലും ശത്രുതയ്ക്കും ക്രൂരമായ ആക്രമണത്തിനും ഇടയിലും നമ്മുടെ കാര്യകർത്താക്കൾ ഉറച്ചു നിന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ആലോചിക്കണം, ഇപ്പോൾ BJPക്ക് MP ഉണ്ടാവുന്നു, കേന്ദ്രമന്ത്രിമാരുണ്ടാവുന്നു, MLA ഉണ്ടായി, ഇപ്പോൾ ഒരുപാട് പഞ്ചായത്തുകൾ
ഭരിക്കുന്നു, നഗരസഭകൾ ഭരിക്കുന്നു, കോർപ്പറേഷൻ ഭരിക്കുന്നു. പക്ഷേ ഇവിടേക്കൊക്കെ BJP എത്തിയ ഒരു യാത്രയുണ്ടല്ലോ, യാത്ര വലിയൊരു യാത്രയാണ്, സഹനത്തിൻ്റെ യാത്ര. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൊന്നും അനുഭവിച്ചതൊന്നും ഒന്നുമല്ല. അവരനുഭവിച്ചതൊക്കെ പറയുന്നത് അവർ ഒളിവിലിരുന്ന് സുഖവാസം ഉണ്ടാക്കുകയും പെണ്ണ് പിടിക്കുകയും ചെയ്യുമായിരുന്നു അണ്ടർഗ്രൗണ്ടിൽ. അത് VT ബൽറാം പറഞ്ഞാണ്. അപ്പോൾ അതുപോലെയൊന്നുമില്ല BJPക്കാർ വളരെ ത്യാഗനിർഭരമായ ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും ജയിക്കില്ല എന്ന് ഉറപ്പുണ്ടായിരുന്ന കാലത്ത് അക്രമികളുടെ കൊലക്കത്തിക്കിരയായി ഒരുപാട് ബലിദാനികളെ നൽകിക്കൊണ്ട് നേടിയെടുത്ത ഒരു വിജയം. കാരണം 25 വർഷം മുമ്പ് BJPയുടെ ജനസംഘത്തിൻ്റെ പ്രവർത്തനം നടത്തിയ ആളോട് ചോദിക്കൂ, ഒരു പഞ്ചായത്ത് പോലും ജയിക്കുമെന്ന് ഉറപ്പില്ലായിരുന്നു. അപമാനം, ആക്ഷേപിക്കലായിരുന്നു. അങ്ങനെ കണ്ണീരൊഴുക്കി, വിയർപ്പൊഴുക്കി, രക്തമൊഴുക്കി വന്ന ഒരുപാട് പേരുടെ അധ്വാനമാണ് ഇന്ന് BJPയുടെ ഈ പൊസിഷൻ. അവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിർഭയം ഉയർത്തുകയും പാർട്ടിയുടെ പതാകയും ഇന്ത്യ ഫസ്റ്റ് എന്ന പ്രത്യയശാസ്ത്രവും ധീരമായി വഹിക്കുകയും ചെയ്തു. സംസാരിക്കാൻ പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ പോലും അവർ ജനങ്ങളുടെ അഭിലാഷങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അവരിൽ പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. പക്ഷേ അവരുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം പാർട്ടിക്ക് വേണ്ടി ബലിദാനികളായ ആളുകളെ കൂടി സ്മരിച്ചുകൊണ്ടാണ് മോദിയുടെ കത്ത്. കേരളത്തിൻ്റെ തലസ്ഥാനത്ത് നമ്മുടെ പാർട്ടിയുടെ ജയം സൂചിപ്പിക്കുന്നു. യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഒരു പുതിയ ഉദയത്തിന് തയ്യാറാണെന്നാണ്. BJP NDA മുന്നണി ജനങ്ങളുടെ ഓപ്ഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വിവേചനമില്ലാത്ത ദേശീയതയിലും അഴിമതിയില്ലാത്ത വികസനത്തിലും പ്രീണനമില്ലാത്ത ഭരണത്തിലും ഊന്നിയുള്ളതാണ്. ഡൽഹിയിൽ സുഹൃത്തുക്കളായും കേരളത്തിൽ എതിരാളികളായും അഭിനയിക്കുന്ന LDF UDF കൂട്ടുകെട്ട് ഉടൻ അവസാനിക്കും. തകർന്ന വാഗ്ദാനങ്ങളിൽ നിന്ന് മോചിതരാവാൻ കേരളം ആഗ്രഹിക്കുന്നു. നിസ്വാർത്ഥമായ സേവനം എപ്പോഴും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ശ്രീനാരായണ ഗുരു വിശ്വസിച്ചിരുന്നു. നാം എന്തു ചെയ്താലും അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായിരിക്കണമെന്നും അദ്ദേഹം വിശ്വസിച്ചു. ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മഹാത്മാ അയ്യങ്കാളി ഊന്നി പറഞ്ഞു. മനുഷ്യൻ്റെ ദുരിതം ലഘൂകരിക്കുന്നതിനെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും ശ്രീ മന്നത്ത് പത്മനാഭൻ സംസാരിച്ചു. ഈ ഉദാത്തമായ തത്വങ്ങളിൽ നിന്ന് താങ്കളും താങ്കളുടെ ടീമും പ്രചോദനം ഉൾക്കൊള്ളുമെന്നും ജനങ്ങളുടെ ഈസ് ഓഫ് ലിവിങ്, ജീവിത സൗകര്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നഗരത്തെ സേവിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. താങ്കൾക്കും ടീമിനും വിനയത്തോടും കരുണയോടും നിശ്ചയദാർഢ്യത്തോടും കൂടി നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിയട്ടെ. വിശ്വസ്തയോടെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞ 3 വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു. ഒന്ന്, താങ്കൾക്കും ടീമിനും വിനയത്തോടും കരുണയോടും നിശ്ചയദാർഢ്യത്തോടും. ഇതാണ് കേരളം ഭരിക്കുന്ന കമ്മികൾക്കില്ലാത്ത വിനയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയില്ല. അഹങ്കാരത്തിൻ്റെ ഭാഷ മാത്രമാണ് ഇന്നലെ കീഴൂട്ട് പിള്ളയുടെ മോൻ പറഞ്ഞതുപോലെ. CPMകാരുടെ ഭാഷ അഹങ്കാരത്തിൻ്റെ ഭാഷയാണ്. പിന്നെ കരുണ, ആരോടാണ് കരുണയുള്ളത്? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അവൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതിൻ്റെ പള്ളയ്ക്ക് കത്തി കയറ്റുകയാണ് ഇവരുടെ പ്രത്യയശാസ്ത്രപരമായ കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെയാണ് മോദി ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് വേണ്ടത് വിനയം, കരുണ, പിന്നെ നിശ്ചയദാർഢ്യം. ഒരുപാട് പ്രതിസന്ധികൾ വരും, ഇവർ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. അതിനെയൊക്കെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് മോദി ആശംസിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഈ കത്തും നരേന്ദ്രമോദി ഇനി 2 ആഴ്ചക്കുള്ളിൽ നേരിട്ടെത്തുകയും കൂടി ചെയ്യുമ്പോൾ BJPയുടെ ആത്മവിശ്വാസം ആകാശത്തോളം ഉയരുമെന്നും കേരളത്തിലെ ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി കേരളത്തിനാകെ താമരപ്പൂക്കൾ വിരിയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക്, അവിടുത്തെ ഭരണകർത്താക്കൾക്ക്, മേയർക്ക് കഴിയുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മോദി പറയുന്ന വാക്കാണ്, മോദിയുടെ ഗ്യാരണ്ടി ഇപ്പോൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉറപ്പായി കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.